ഫ്രൂട്ടിന്റെ കളക്ഷൻ ആണ്. ഒരുപാട് പ്ലാന്റ്സ് മിറാക്കിൾ ഫ്രൂട്ടിന്റെ കായ വന്ന നല്ല ചുമന്ന് തുടുത്ത് കായ നിറച്ച് നിൽക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നിറച്ചും കായ വന്നിട്ടുള്ള മിറാക്കിൾ ഫ്രൂട്ടാണ് ഇവിടെ ഈ ഒരു സമയത്ത് എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, മിറാക്കിൾ ഫ്രൂട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കഴിച്ചാലും എന്ന് നല്ല മധുരം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നിറച്ചും കായുള്ളതാണ്. നമുക്ക് ഒരെണ്ണം പറിച്ച് കഴിച്ചു നോക്കാം. മധുരം ഉണ്ടോ, ഇതിങ്ങനെ പറയുന്നതാണോ എന്നുള്ളത്. ഇതുണ്ടോ, ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. നല്ല പഴുത്ത് നിൽക്കുന്ന മിറാക്കിൾ ഫ്രൂട്ടാണിത്. നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയുള്ള, അതുപോലെ തന്നെ കഴിച്ചു നോക്കാം നമുക്ക്. നല്ല മധുരമുണ്ട്, കഴിക്കുന്ന സമയത്ത് നല്ല മധുരമുണ്ട്. അത് എന്നുള്ളതല്ലാതെ ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പുളിയുള്ള എന്തെങ്കിലും കഴിക്കുമ്പോഴാണ് അതിന്റെ മധുരം കൃത്യമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇവിടെയുള്ള എല്ലാ പ്ലാന്റ്സും തന്നെ കായ്ച്ചതാണ്. മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ പുളിയുള്ള എന്തെങ്കിലും കഴിച്ചാൽ നമുക്ക് അറിയാമെന്നല്ലേ പറയുന്നത്. ഇവിടെ നമുക്ക് ബുഷ് ഓറഞ്ച് പഴുത്ത് നിൽക്കുന്നുണ്ട്. ഓറഞ്ചോ നാരങ്ങയോ ഒക്കെ കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുണ്ട്, നല്ല പഴുത്ത് നിൽക്കുന്ന ബുഷ് ഓറഞ്ച് നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇത് നമുക്ക് ഒരെണ്ണം പറിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ഇത് കണ്ടോ, നല്ല യെല്ലോ കളർ വന്നിട്ടുള്ള നല്ല ഒരു പഴുത്ത് നിൽക്കുന്ന ഒരു ഓറഞ്ചാണിത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല മധുരമാണ്, നല്ല മധുരമുണ്ട്. മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം കഴിച്ചതുകൊണ്ടാവാം. ഇത് സീഡ് ബുഷ് ഓറഞ്ച് അല്ല, സാധാ ബുഷ് ഓറഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ പുളി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. മിറാക്കിൾ ഫ്രൂട്ട് അടിപൊളിയാണ് കേട്ടോ. മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട്, ഇവിടെ ബുഷ് ഓറഞ്ച് കഴിച്ചിട്ട് പോലും എനിക്ക് പുളി ഫീൽ ചെയ്യുന്നില്ല. നല്ല മധുരമാണുള്ളത്.